ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ബി.ജെ.പിയുടെ തിരുവനന്തപുരം നഗരസഭയിലെ ആദ്യ മേയറാകാൻ പോകും നിയുക്ത മേയർ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാം. കാരണം നാളെ തെരഞ്ഞെടുപ്പ് നടന്നാൽ മറിച്ചൊരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. ഏതായാലും വി രാജേഷ് എന്ന പേരിലേക്ക് ബി.ജെ.പി എത്തിയതിന് പല കാരണങ്ങളുണ്ടാകാം. അതിലൊരു കാരണമായി എനിക്ക് തോന്നുന്നത് ഈ തലസ്ഥാനത്തെ നഗരസഭയിൽ വലിയ ശക്തരായ ഒരു പ്രതിപക്ഷമുണ്ടാകും. അത് യു.ഡി.എഫിന്റെ ഭാഗത്തും എൽ.ഡി.എഫിന്റെ ഭാഗത്തും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവരെ മാനേജ് ചെയ്ത് പോകാൻ പറ്റിയ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ അത് വി രാജേഷ് എന്ന പാർട്ടി കണ്ടതുകൊണ്ടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാനത് മനസ്സിലാക്കിയപ്പോഴേക്ക് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്കൊക്കെ തന്നെ ഞങ്ങൾ കണ്ടിരുന്നു. ഏറ്റവും അനുഭവ സമ്പത്തുള്ള പരിചയ സമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരാണ് പ്രതിപക്ഷ പാർട്ടികൾ ജയിച്ചത്. ഇപ്പോൾ ശബരിനാഥിനെ പോലുള്ള നല്ല പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള SP ദീപകിനെ പോലുള്ള മുൻ മേയർ ശ്രീകുമാർജി ഉൾപ്പെടെയുള്ളവരാണ് വന്നിട്ടുള്ളത്. അത് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സിസ്റ്റം, ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കുവാൻ വേണ്ടി അത് ഉതകും. അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. CPM-ന്റെ ഭരണം പിടിച്ചെടുത്തത് ഒരുപാട് നാളത്തെ ആഗ്രഹം, ലക്ഷ്യം, പ്രയത്നമൊക്കെ ഉണ്ടതിൽ. അങ്ങനെ ഒരു ബി.ജെ.പി വരുമ്പോൾ ഇവിടെ എന്തൊക്കെ വലിയ കലാപങ്ങളുണ്ടാകാം, സംഘർഷങ്ങളുണ്ടാകാം. ഈ നഗരസഭ മുഴുവൻ കാവി നിറമടിക്കും, അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് അത്തരം ഒരു ആശങ്കകൾ ഉള്ളവർക്കൊരു മറുപടി എന്താണ്? അല്ല, ബി.ജെ.പി എന്ന് കേൾക്കുമ്പോൾ തന്നെ പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ കൊണ്ട് നരേന്ദ്രമോദിയെ കുറിച്ചൊക്കെ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ബി.ജെ.പി ഭരണത്തിലെത്തുമ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ പാർട്ടിയായി സ്വീകരിക്കുന്നത് ബി.ജെ.പിയാണ്. തിരുവനന്തപുരത്ത് പിന്നെ അതൊന്നും വില പോകില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ബി.ജെ.പിയെ അംഗീകരിച്ചവരാണ്, അവരുടെ പാർട്ടിയായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് ഈ വിവാദങ്ങളൊന്നും തന്നെ അത് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ഒതുങ്ങുന്നതിലപ്പുറം അതിനൊന്നും വലിയ ആയുസില്ല. ഇപ്പൊ തന്നെ ബി.ജെ.പിയുടെ പല കൌൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തത് ഭാരതമാതാവിന്റെ പേരിലാണ്, കാവിലമ്മയുടെ പേരിലാണ്, ഉദിയന്നൂർ ദേവിയുടെയും ആറ്റുകാലമ്മയുടെയും അയ്യപ്പന്റെയൊക്കെ പേരിലാണ്. അതിനെതിരെ ഇപ്പോൾ CPM പരാതി കൊടുത്തിട്ടുണ്ട്. നാളെ അവർ കോടതിയിലേക്കും പോവുകയാണ്. ഈ മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പോലും വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനെങ്ങനെ കാണും? അല്ല, അങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങൾ അവർ ആരും നിയമവിരുദ്ധമായിട്ടൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. CPM എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ ചെയ്യും. അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. എല്ലാവരും നിയമത്തിനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരെല്ലാം ചെയ്തിട്ടുള്ളൂ. ഈ എത്രത്തോളം സഹകരണം ഈ ബി.ജെ.പി കോൺഗ്രസിൽ നിന്നും LDF-ൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്? കാരണം അവർ വലിയൊരു LDF-ന് പ്രത്യേകിച്ചും ഒരു ഞെട്ടലായിരുന്നു ഈ ഭരണം പോയതൊക്കെ. അപ്പോൾ എങ്ങനെ എത്രത്തോളം സഹകരണം പ്രതീക്ഷിക്കും? കഴിഞ്ഞ ദിവസം അവരുടെ പ്രസംഗത്തിൽ ഇപ്പോൾ LDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി പ്രഖ്യാപിച്ച SP ദീപകിന്റെ ഭാഗത്തുനിന്നായാലും, അതോടൊപ്പം തന്നെ ശബരിനാഥിന്റെ ഭാഗത്തുനിന്നായാലും, അതോടൊപ്പം തന്നെ രാഖി രവികുമാർ CPIയുടെ നേതാവിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ വളരെ ക്രിയാത്മകമായ പിന്തുണയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. അവരൊക്കെ തന്നെ ആവശ്യപ്പെട്ട് വികസന കാര്യങ്ങളിൽ തുല്യ പങ്കാളിത്തം എല്ലാവർക്കും വേണമെന്നുള്ളത്. അത് ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നു, 101 വാർഡിനെ ഒറ്റ യൂണിറ്റായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ബി.ജെ.പി സ്വീകരിക്കുകയുള്ളൂ. നരേന്ദ്രമോദിജിയുടെ ലൈൻ അതാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് അത്തരത്തിലുള്ള ആരോഗ്യകരമായ സമീപനങ്ങൾ സ്വീകരിക്കും. നേരത്തെ അങ്ങ് സംസാരിച്ചപ്പോൾ കേട്ടതാണ്, ഈ ജനങ്ങൾക്ക് വളരെ അനായാസം സമീപിക്കാൻ കഴിയുന്ന സ്ഥലമായി കോർപ്പറേഷൻ ഓഫീസ് മാറും, വലിയൊരു അധികാര സ്ഥാനമായി ഇതിനെ മാറ്റില്ല എന്നുള്ള ആ ഒരു ഉറപ്പ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഒരു ഓഫീസ് സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുമ്പോഴേക്കും അവരാണ് അതിന്റെ ഉടമസ്ഥകൾ, അവകാശികൾ. നമ്മൾ പൊതുപ്രവർത്തകർ കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകണം. നമുക്ക് ചിലപ്പോൾ നല്ല ടെൻഷനുള്ള സമയത്ത് അവരൊന്ന് ഫോൺ ചെയ്യും, നമ്മൾ ഫോൺ എടുക്കണം, നമ്മൾ അവർ മറുപടി വിടണം. ഈ തരത്തിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. ആർക്കും അവരുടെ വീട് പോലെ കടന്നു വരാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറണം, ജനകീയ സ്ഥാപനമായി മാറണം. വി രാജേഷിന്റെ രാഷ്ട്രീയ കരിയർ നോക്കുമ്പോൾ കൈത്തിറക്കം കണ്ട ഒരു കരിയർ കൂടിയാണ്. അങ്ങ് സമ്മതിക്കുമെന്നറിയില്ല, അതൊരു ഹൈറ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയും ഹൈറ്റ് പോകാം. അങ്ങ് ആഗ്രഹിക്കുന്ന ഹൈറ്റ് ഏതൊക്കെയെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും ആ ഹൈറ്റിലേക്കുള്ള യാത്രയുടെ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കയറ്റിറക്കൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും പൊതുപ്രവർത്തനം ഉണ്ടാവുമോ? ഓക്കെ, ഏതായാലും എല്ലാ ആശംസകളും, അഭിനന്ദനങ്ങൾ. ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ നാളെ വൈകുന്നേരമാകുമ്പോൾ മേയർ എന്ന് തന്നെ പറയാവുന്ന ആളാണ് വി രാജേഷ്. അദ്ദേഹമാണ് നമ്മോട് പ്രതികരിച്ചത്. എല്ലാവർക്കും, സാധാരണക്കാർക്ക് സ്വന്തം വീട് പോലെ വന്നു പോകാൻ കഴിയുന്നിടമായി നഗരസഭാ ഓഫീസിനെ മാറ്റും, രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വികസന പദ്ധതികളുമായി നാടിനെ മുന്നോട്ട് നയിക്കുമെന്ന ഉറപ്പാണ് വി രാജേഷ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. അരുൺ പാലൂരിനൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.